ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? വേദനയൊക്കെ കുറവുണ്ടോ? ദേവൻ അയാൾ വാങ്ങിയ സാധനം അവളുടെ കൈകളിലേക്ക് കൊടുത്തതിനു ശേഷം അവളെ നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു. കുറവുണ്ട് സാർ. സാറ് വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവൾ തിരികെ അയാളോട് പറഞ്ഞു. അതിനിടയിൽ അവൾ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ചാർലി അവളെ അതിനെ സഹായിച്ചു കൊടുത്തിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്റ്റലിലേക്ക് ചെന്നതിന് ശേഷം മോളെപ്പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ മുഴുവൻ. എന്തോ അപ്പം മുതൽ മോളെ കാണണമെന്ന് തോന്നിയതാ. പിന്നെ ഒട്ടും നിന്നില്ല. ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. വരണമെന്ന് തോന്നിയത് ദൈവനിശ്ചയം പോലെയാണ് നടന്നത്. അതുകൊണ്ടല്ലേ ചാർലി എന്നെ വിളിക്കാൻ കോളേജിൽ വന്നത്? അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. മോണി അവളുടെ മമ്മിയും കുട്ടി കോളേജിലേക്ക് വന്നിരുന്നു. അവൾ നോക്കുന്നത് കണ്ട് ചാർലിയാണ് മറുപടി പറഞ്ഞത്. ആണോ? എന്നിട്ട് ഇച്ചാൻ അവരെ കണ്ടോ? എന്തു പറഞ്ഞു? അവൾ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ഈ ഒരു തവണത്തേക്കും കൂടി ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ മമ്മിയെക്കുറിച്ച് ഓർത്ത് മാത്രമാ. ആൻറ്റിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? അവളും അവളുടെ അപ്പനും അങ്ങനെയായി പോയതിന് ആൻറ്റി എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ ആൻറ്റി അവിടെ കഴിയുന്നത് ഒരു പാവയെ പോലെയാ. അപ്പനും മകളും പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന വെറുമൊരു പാവ. അവരങ്ങനെ മോളുടെ കാര്യത്തിൽ തല താഴ്ത്തിയിരിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ? അവളുടെ അപ്പനാ വന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കില്ലായിരുന്നു. ചാർലി പറയുന്നത് കേട്ടതും ദേവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ സർ, അവളും അവളുടെ അപ്പനും ഒറ്റക്കെട്ടാ. ആൻറ്റി വെറും ഒരു പാവാ, ഒരു പഞ്ചപാവം. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് വരേണ്ട ആളല്ലായിരുന്നു ആൻറ്റി. അത്ര നല്ലൊരാളുടെ ഭാര്യയായി കഴിയേണ്ടതായിരുന്നു. പക്ഷെ ഓരോരുത്തർക്കും ഓരോന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആൻറ്റിക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവും പ്രത്യേകിച്ചില്ല. അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കി അവർക്ക് വെച്ച് വിളമ്പി ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം ഒന്നുമില്ല. ആ സോണിയെ വളർത്തിയത് അവളുടെ അപ്പനും അപ്പൻ്റെ അമ്മയും ചേർന്നാ. അവരും ഒരു ആറ്റ സാധനമായിരുന്നു. ചില്ലറയൊന്നും അല്ല ആൻറ്റി ആ തള്ളയിട്ട് കഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ടെന്താ, കുറേ അനുഭവിച്ചിട്ടാണ് അവർ പോയത്. ലാസ്റ്റ് ടൈമിൽ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ നോക്കാൻ. അതുവരെ ഒലിപ്പിച്ചുകൊണ്ട് നിന്ന പെൺമക്കളൊന്നും അവരെ നോക്കിയില്ല. ആൻറ്റി ഒരു പരാതി പറയാതെ, ചെയ്ത് കൂട്ടിയതിൻ്റെ ദേഷ്യം ഒന്നും കാണിക്കാതെ മരണം വരെ അവരെ നോക്കി. ഈ സോണിയെ ചൊല്ലുകൊടുത്ത് വളർത്തിയത് ആ തള്ളയായിരുന്നു. ആൻറ്റി പ്രസവിച്ചു എന്നേ ഉള്ളൂ. ചാർലി വീണ്ടും അയാളെ നോക്കി പറഞ്ഞു. അത്ര വിഷമത്തിലാണോ അല്ല സോണിയുടെ മാമി ജീവിക്കുന്നത്? അയാൾ സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെയൊക്കെ പറയാം സർ. പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. പറയുമ്പോൾ ആൻറ്റി ജീവിക്കുന്നത് ഒരു കൊട്ടാരത്തിൽ തന്നെയാണ്. പക്ഷെ ആ ജീവിതം അത്ര നല്ലതല്ല. ഈ ആൻറ്റിയുടെ ഭർത്താവ്, അതായത് സോണിയുടെ അപ്പൻ, അയാളത്ര നല്ല മനുഷ്യനൊന്നും അല്ല. എല്ലാ പരിപാടികളുടെ അയാളുടെ കയ്യിലുണ്ട്. ചാർലി അയാളെ നോക്കി പറഞ്ഞു. സോണിയുടെ അവസ്ഥ ചാർലിയുടെ നാവിൽ നിന്നും കേട്ടതും ദേവന് വല്ലാത്ത സങ്കടം തോന്നി. എന്നാൽ അവളെപ്പറ്റി കൂടുതൽ ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയും. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് സംശയം തോന്നുമോ എന്ന് ദേവന് ഉള്ളിൽ ഭയമായിരുന്നു. അപ്പച്ച, ഈസു തൻ്റെ പാവ അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് അയാളെ വിളിച്ചു. അയാളെ അങ്ങനെ വിളിക്കുന്നത് കേട്ട് ചാർലി ഷീതുവും പെട്ടെന്ന് പരസ്പരം നോക്കി. ദേവനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു അവളുടെ അപ്പച്ചൻ എന്നുള്ള വിളിയിൽ. പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ ഷീതു ഒന്ന് ചിരിച്ചു. ഇവിടെ പപ്പയെ അവൾ അങ്ങനെയല്ലേ വിളിക്കുന്നേ? സാറിനെ കണ്ടപ്പോൾ അങ്ങനെ വിളിക്കാൻ തോന്നിക്കാണും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ദേവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാളും ചിരിയോടെ ഒന്ന് തലയാട്ടി. ഈ പാവയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ? കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ദേവൻ വാത്സല്യത്തോടെ പറഞ്ഞു. അത് കേട്ടത് മിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പാവ ദേവന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഈ പാവയെ കൊണ്ടുപോകുന്നല്ല. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളാണെങ്കിൽ വേറെ ഏത് എന്നുള്ള ചിന്തയിൽ അയാളെ തിരികെ നോക്കി. ഞാൻ ഉദ്ദേശിച്ചത് ഈ പാവക്കുട്ടിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാ. പറഞ്ഞതിന് ശേഷം ദേവൻ കുഞ്ഞിനെ പൊക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തി. അവൾ തൻ്റെ കുഞ്ഞിരിപ്പല്ലി കാണിച്ച് ചിരിച്ചുകൊണ്ട് ദേവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തതും അവൾ വാപ്പൊത്തി ചിരിച്ചു. കുറച്ചുനേരം ദേവനും ചാർലി ഷീതുവും കൂടി അവിടെ സംസാരിച്ചിരുന്നിരുന്നു. അപ്പോഴേക്കും അവൻ്റെ മമ്മി ചായയുമായി അങ്ങോട്ടേക്ക് വന്നു. ദേവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായി കുറച്ചു നിമിഷം കൊണ്ട് തന്നെ പരിചയത്തിലായി. ദേവനും ചാർലിയും കുഞ്ഞും കൂടി ഹാളിലേക്ക് തിരികെ വന്നു. ഷീതുവിനെ പിന്നെ കാല് വയ്യാത്തതുകൊണ്ട് അവൾ റൂമിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റിയും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു. ദേവനെ ചാർലി അവനും പരിചയപ്പെടുത്തി കൊടുത്തു. നല്ലൊരു സൗഹൃദ ബന്ധം അവരെല്ലാവരുമായിട്ട് സ്ഥാപിച്ചതിന് ശേഷമാണ് ദേവൻ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോയത്. സോണി മമ്മിയുമായി വീട്ടിലേക്ക് തിരികെ വന്നു. കോളേജിൽ നിന്നും വീട്ടിലേക്ക് വന്നത് മുതൽ അവർ മൗനത്തിൽ തന്നെയായിരുന്നു. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ആലോചനകളുണ്ടെന്ന് സോണിക്ക് തോന്നി. അതൊരിക്കലും തന്നെ പറ്റിയുള്ളതല്ലെന്ന് സോണിക്ക് മനസ്സിലായി. കാരണം കോളേജിലേക്ക് പോകുന്നത് വരെ അവർക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ ദേവൻ സാറിനെ കണ്ടതിന് ശേഷമാണ് അവർക്ക് ഈ മനമാറ്റം ഉണ്ടായെന്ന് സോണിക്ക് തോന്നി. ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇന്നാണ് റിയ തിരികെ പോകുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഷീതു വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങും. റിയയ്ക്ക് വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ്സും തുടങ്ങാറായി. അതുകൊണ്ട് തന്നെ അവൾ ബാംഗ്ലൂരിലേക്ക് തിരികെ പോവുകയാണ്. എന്നാൽ ക്രിസ്റ്റിയുടെയും ഋഷുവിൻ്റെയും വിവാഹത്തിന് വരുമെന്നും അവൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റയാനാണ് അവളെ ട്രെയിൻ കയറ്റി വിടുന്നത്. അതിനുവേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റയാൻ.
റിയ ഒരുങ്ങിയതിനു ശേഷം മുറിയിലേക്ക് വന്നു. എന്നാൽ അവൾ മുറിയിൽ വന്നിട്ടും അവളെ മൈൻഡ് ചെയ്യാതെ തല ചീകിക്കൊണ്ടിരിക്കുകയാണ്. റയാൻ റയാൻ അവൻ നോക്കുന്നത് കൂടിയില്ല എന്ന് മനസ്സിലാക്കിയ റിയ അവനെ നോക്കി വിളിച്ചു. അത് കേട്ട് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഞാൻ റൂമിൽ വന്നിട്ടും എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യാത്തത്? അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? അവളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവൻ അതിന് മറുപടി പറയാതെ തിരികെ ചോദിച്ചു. ഞാൻ അതല്ലല്ലോ നിന്നോടിപ്പോൾ ചോദിച്ചത്. രാവിലെ വരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ റയാൻ. പെട്ടെന്ന് എന്താ നിൻ്റെ മുഖം ഇങ്ങനെ? എന്നെ നീ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തോന്നുവാ എനിക്ക്. ഇത്രയും ദിവസം നല്ലതുപോലെ മിണ്ടിക്കൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് അവളോട് അങ്ങനെയൊക്കെ അകൽച്ച കാണിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നാൽ അവനതിന് മറുപടി ഒന്നും തന്നെ പറയാതെ കണ്ണാടിയിലേക്ക് നോക്കി തൻ്റെ മീശ പിരിച്ചുകൊണ്ട് നിന്നു. അവൾക്കാണെങ്കിൽ അവൻ അവളെ കളിയാക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. ഒന്നും മിണ്ടാൻ നിൽക്കാതെ അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്നാൽ അതിനനുവദിക്കാതെ റയാൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ തിരികെ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. വേണ്ട റയാൻ, എന്നെ വിട്ടേക്ക്. ഞാൻ പോകുന്ന ഈ ദിവസത്തിൽ തന്നെ വേണം നിൻ്റെ ഈ പെരുമാറ്റം. എന്നെ സങ്കടപ്പെടുത്തി ഇവിടെ നിന്നും പറഞ്ഞേക്കാനാണല്ലേ നിൻ്റെ ഈ തീരുമാനം? അവൾ വല്ലാത്ത വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. റിയ, ഇത്രയും ദിവസം നീ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീ തിരികെ പോവുകയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്കെന്തോ വീർപ്പുമുട്ടൽ പോലെ. നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പോവുകയാണല്ലോ എന്നൊരു ചിന്ത എനിക്ക് പറ്റുന്നില്ല റിയ. നിന്നെ കാണാതെ നിനക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ പോരെ? ഈ അകൽച്ച വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അവൻ സങ്കടത്തോടെ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ നോക്കി ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. നിന്റെ അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഞാനും കടന്നു പോകുന്നത്. നിന്റെ മുമ്പിൽ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ വിട്ടുപിരിയുകയാണല്ലോ എന്നുള്ള സങ്കടം. 6 മാസം കൂടിയുണ്ട് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ. അത് കഴിഞ്ഞ് എക്സാം കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രീ ആണ്. പപ്പയും മമ്മിയും പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ രണ്ടുപേരുടെയും ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമാണോ, ഞാൻ 2 മാസം കഴിഞ്ഞ് ക്രിസ്റ്റിച്ചായൻ്റെ കല്യാണത്തിന് ഇവിടേക്ക് തന്നെയല്ലേ വരാൻ പോകുന്നത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് ഞാൻ 2 മാസം നോക്കിയിരിക്കണ്ടേ? തന്നെയല്ല, നീ വന്നിട്ട് വീണ്ടും തിരികെ പോവില്ലേ? അപ്പോഴും ഇതേ അവസ്ഥ തന്നെയല്ലേ ഞാൻ അനുഭവിക്കുന്നത്? വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ബാംഗ്ലൂരിലേക്ക് വരാലോ. നിന്നെ അത്ര മിസ് ചെയ്യുമ്പോൾ ഞാനും ഇങ്ങോട്ടേക്ക് വരും. എല്ലാ തവണയും ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വിഷമത്തോടെയാണ്. കാരണം നമ്മൾ തമ്മിൽ ടോമാഞ്ചെറി പോലെ അല്ലായിരുന്നോ? നിനക്കെന്നെ തീരെ ഇഷ്ടമല്ലേ എന്നായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്ത. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് അങ്ങനെയല്ല. നിന്നെ മിസ് ചെയ്യുമ്പോഴും ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ നിന്നും പോകുന്നത്. നിന്നെ നേടിയല്ലോ എന്നുള്ള സന്തോഷത്തോടെ. മാത്രമാണോ ഇപ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാൻ ഒരാളും കൂടിയില്ലേ? അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിലൊന്ന് കൈവച്ചു. ശേഷം അവൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവനും തിരികെ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളും അവനെ ചേർത്ത് പിടിച്ചിരുന്നു. കുറേ നിമിഷം അവരങ്ങനെ തന്നെ നിന്നു. ഏറെ നേരം അങ്ങനെ നിന്നതിന് ശേഷം അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു. കണ്ണുകൾ കൊണ്ട് പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. ശേഷം അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തു. അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലെത്തി. അത് മനസ്സിലായതുപോലെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ അവളുടെ മുഖം തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. അവൾ കണ്ണുകൾ പതിയെ അടച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറാൻ അധിക സമയം വേണ്ടി വന്നില്ല. രണ്ടുപേരും പരസ്പരം ചുംബിച്ചു. ഉമിനീര് പോലും ഒന്നായി മാറിയ നിമിഷം അതായിരുന്നു ആ ചുംബനം. കുറച്ചു സമയത്തെ ചുംബനത്തിന് ശേഷം ശ്വാസം വിലങ്ങുതടിയായി വന്നപ്പോൾ രണ്ടുപേരും പരസ്പരം പിന്മാറി. 2 മാസത്തേക്ക് ഓർത്തു വയ്ക്കാൻ എനിക്ക് ഇത് മതി. അവളുടെ ചുണ്ടുകൾ തൻ്റെ തള്ളവിരൽ കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളാണെങ്കിൽ അവനെ നോക്കാതെ നാണത്തോടെ തല താഴ്ത്തി. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവൻ അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. ബാഗൊക്കെ എടുത്തിട്ട് താഴെ ചെന്ന് എല്ലാവരോട് യാത്രയൊക്കെ പറ. അപ്പോഴേക്കും ഞാനും വരാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി. ഇപ്പോൾ ഷീതുവിന് അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഉൾപ്പെടെ എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് പപ്പയും ക്രിസ്റ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ ബാഗുമായി താഴേക്ക് ഇറങ്ങി ചെന്നതും റിഷു അവിടെ ഇരിക്കുന്നത് കണ്ടു. ചേച്ചി എപ്പോൾ വന്നു? അവളെ കണ്ട് റിയ സംശയത്തോട് ചോദിച്ചു. കുറച്ചു നേരം ആയതേ ഉള്ളൂ. നീ പോവല്ലേ? അപ്പം നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി. റിഷു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ കാണാനൊന്നും അല്ല ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കേട്ട് അവളെ കളിയാക്കി തിരികെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. അവൾ പറയുന്നത് കേട്ട് റിഷു ചമ്മിയതുപോലെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. ക്രിസ്റ്റിയും അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. കാരണം അതാണ് സത്യമെന്ന് എല്ലാവർക്കും തന്നെ അറിയായിരുന്നു. എല്ലാവരോടും യാത്ര ചോദിച്ചു. എല്ലാവരും അവളെ സന്തോഷത്തോടെ തന്നെയാണ് യാത്ര അയച്ചത്. എന്നാൽ ഷീതു മാത്രം അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അയ്യേ, എന്താ ഷീതു നീ കാണിക്കുന്നേ? ഞാനെന്താ കണ്ണത്താ ദൂരത്ത് പോവുകയാണോ? ഞാൻ ഗൾഫിലൊന്നും പോവല്ല. ദേ ബാംഗ്ലൂരിൽ ഇവിടെ അടുത്ത്. എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നുന്നോ അപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. ഞാൻ ഷൂന്ന് പറഞ്ഞെത്തും. അവളെ വിട്ടുപിരിയുന്നതിൽ റിയയ്ക്കും സങ്കടമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ അവൾ ഷീതുവിനെ നോക്കി പറഞ്ഞു. ഷീതു അവളുടെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. റിയ തിരികെയും.
ഒന്നുകൂടി എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം അവളും റിയാനും ഇറങ്ങി. ക്രിസ്റ്റിയും അവരോടൊപ്പം പോകുന്നുണ്ടെന്ന് മനസ്സിലായതും ഋഷുവും അവളെ കൊണ്ടാക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 4 പേരും കൂടി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്. ക്രിസ്റ്റിയും ഋഷുവും ഉള്ളതുകൊണ്ട് റയാൻ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ തുടങ്ങി. ഡാഡാ, അവിടെ എൻ്റെ പെണ്ണിനെ കയറ്റിയിട്ട് നീ പുറകെ പോയിരുന്നേ. സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ റയാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് റിയ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതേന്നേ, എൻ്റെ ഇച്ചായൻ്റെ കൂടെ ഞാൻ ഇരുന്നോളാം, നീ ബാക്കിലോട്ട് പോയിരുന്നേ ചെക്ക. ഋഷു അവനെ ബാക്കിലേക്ക് തള്ളി മാറ്റിയിട്ട് അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അവളെ യാത്രയക്കാൻ വേണ്ടി പപ്പയും അമ്മയും ഷീതുവും ചാർലിയുടെ കയ്യിൽ ആ ഇസുവും ഇരിപ്പുണ്ടായിരുന്നു. ക്രിസ്റ്റിയും ഋഷുവും അങ്ങനെ പറയുന്നത് കേട്ട് ചാർലിയും മറ്റുള്ളവരും ചിരിച്ചുകൊണ്ട് നോക്കി. ഋഷുവിനെ അവിടെ ഇരുത്തുന്നതിനേക്കാൾ കൂടുതൽ അവരെ രണ്ടുപേരെയും ബാക്കിൽ ഒന്നിച്ചിരുത്തണം എന്നതായിരുന്നു അവരുടെ ഐഡിയ എന്ന് എല്ലാവർക്കും മനസ്സിലായി. റിയ ബാക്കിലേക്ക് കയറിയതും എല്ലാവരുടെയും മുൻപിൽ മടിച്ചാണെങ്കിലും റയാനുള്ളിൽ സന്തോഷത്തോടെ അവളോടൊപ്പം പുറകിലേക്ക് കയറിയിരുന്നു. പിന്നെ എല്ലാവരോടും ടാറ്റ പറഞ്ഞതിന് ശേഷം റിയ അവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ ക്രിസ്റ്റിയും ഋഷുവും എന്തൊക്കെയോ ഭയങ്കര സംസാരമായിരുന്നു. എന്നാൽ റിയയും റയാനും ഒന്നും തന്നെ മിണ്ടിയില്ല. റിയയുടെ ഇടത് കൈ അവൻ്റെ വലത് കൈയിൽ സുരക്ഷിതമായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് അവയിൽ തലയോടിയും ക്രിസ്റ്റി കണ്ണാടിയിൽ കൂടി കാണാതെ അവളുടെ കയ്യിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. റിയ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അവരുടെ അനക്കമൊന്നും ഇടയ്ക്ക് കേൾക്കാഞ്ഞതും ഋഷു പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. റിയ അവൻ്റെ തോളിലേക്ക് തലവെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടതും ഋഷു ക്രിസ്റ്റിയെ കണ്ണു കാണിച്ചു. അവനും ഫ്രണ്ടിലെ മിററിൽ കൂടി അത് കണ്ടിരുന്നു. രണ്ടുപേർക്കും വിട്ടുപിരിയുന്നത് ഭയങ്കര സങ്കടമുള്ളതുപോലെ അവർക്ക് തോന്നി. മണിക്കൂറിന് ശേഷം അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ട്രെയിനിന് 3/4 മണിക്കൂർ സമയമുണ്ടായിരുന്നു. എടാ, നീ ഇവളുടെ ട്രെയിൻ വരാറാകുമ്പോഴേക്കും വിളിച്ചാൽ മതി. ക്രിസ്റ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെയൊക്കെ തന്നെ കാണും. ട്രെയിൻ വരാറാകുമ്പോഴേക്കും വിളിച്ചാൽ മതി. അതുവരെ നിങ്ങൾ അവിടെ പോയിരുന്ന് സംസാരിക്കുക. തങ്ങൾ കൂടെയുള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റി അങ്ങനെ പറയുന്നത് കേട്ടതും അവൻ തലയാട്ടിക്കൊണ്ട് അവളുടെ ബാഗും മറ്റും എടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു. ക്രിസ്റ്റി ഋഷുവിനെയും കൂട്ടി ഒരു ചായക്കടയിലേക്കും പോയി. ഇരുവരും ട്രെയിൻ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. സമയം ഓരോന്നും കടന്നു പോകും തോറും റിയയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ തോന്നി. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്തോ ഒരു സങ്കടവും മനസ്സിനൊരു ഭാരവും. അതിനോടൊപ്പം തൻ്റെ ഹൃദയവും വല്ലാതെ ഇടിക്കുന്നത് പോലെ അവന് തോന്നി. റയാൻ, അവളവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ തിരികെ നോക്കി. എന്നെ എന്നും വീഡിയോ കോൾ ചെയ്യണേ. എത്ര നിനക്ക് സമയമില്ലെങ്കിലും ഒരു 10 മിനിറ്റ് നീ എനിക്കായിട്ട് മാറ്റി വെക്കണേ. അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. നീ എന്നെ മിസ് ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി ഞാൻ നിന്നെ മിസ് ചെയ്യും റിയ. ഇപ്പോൾ എനിക്ക് തോന്നുവാ മനസ്സിലുണ്ടായിരുന്നതൊന്നും നിന്നോട് തുറന്നു പറയണ്ടായിരുന്നുവെന്ന്. പഴയതുപോലെ ഒരു ടോം ആൻഡ് ജെറി കളിയായിട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു വീർപ്പുമുട്ടൽ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഇതിപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും നീ ഉണ്ടായിട്ട് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക. പോകണ്ടെന്ന് പറയാൻ എനിക്കാവില്ലല്ലോ. നിൻ്റെ ക്ലാസ് മിസ്സായി പോവില്ലേ? എനിക്കും ക്ലാസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനും കൂടി വന്നേനെ നിൻ്റെ ഒപ്പം ബാംഗ്ലൂരിലേക്ക്. അവൻ അവളുടെ കവളിലൊന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ പ്രണയം അതെപ്പോഴും എന്നോടിങ്ങനെ ഉണ്ടായാൽ മതി. അത് മാത്രം മതി എനിക്ക് ഇനിയുള്ള 6 മാസം തള്ളി നീക്കാൻ. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ വരും കേട്ടോ, ക്രിസ്റ്റിച്ചാൻ്റെ കല്യാണത്തിന്. പിന്നെ നിന്നെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ ഞാൻ അപ്പം തന്നെ അവിടുന്ന് ട്രെയിൻ കയറും. അവളും തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ നിന്ന് തട്ടി. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവളുടെ ട്രെയിൻ വരാൻ സമയമായപ്പോഴേക്കും അവർ ഋഷുവിനെ വിളിച്ചു. അവർ രണ്ടുപേരും വന്ന് അവളെ യാത്രയാക്കിയതിനു ശേഷമാണ് അവർ 3 പേരും തിരികെ വീട്ടിലേക്ക് പോയത്. തിരിച്ചുള്ള യാത്രയിൽ റയാൻ സങ്കടത്തിൽ തന്നെയായിരുന്നു. അവന് വിഷമമാണെന്ന് മനസ്സിലായതും അവർ രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടാനും പോയില്ല. എങ്കിലും അവനെ ചിരിപ്പിക്കാൻ എന്ന രീതിയിൽ ക്രിസ്റ്റി ഇടയ്ക്കിടയ്ക്ക് അവളുടെ പേരും പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. അതെല്ലാം അവനൊരു ചെറിയ പുഞ്ചിരിയിൽ ഒതുക്കുന്നതല്ലാതെ റയാൻ തിരികെ മറുപടി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല.